بسم الله الرحمن الرحيم. واضمم يدك إلى جناحك تخرج بيضاء من غير سوء آية أخرى لنريك من آياتنا الكبرى اذهب إلى فرعون إنه طغى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 992 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ത്വാഹയിലെ 22 മുതൽ 24 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واضمم يدك إلى جناحك تخرج بيضاء من غير سوء آية أخرى لنريك من آياتنا الكبرى اذهب إلى فرعون إنه طغى. സൂറത്ത് ത്വാഹയിലെ 22 മുതൽ 24 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്ലാമിന്റെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില ജീവിത സംഭവങ്ങളാണ് സൂറത്ത് ത്വാഹയിൽ നമ്മൾ വായിക്കുന്ന ഈ തുടക്ക ഭാഗത്ത് വിവരിക്കപ്പെടുന്നത്. മൂസ അലൈഹിസ്സലാം മദിയനിലെ അദ്ദേഹത്തിന്റെ പ്രവാസകാലം കഴിഞ്ഞ് കുടുംബസമേതം തന്റെ ജന്മനാടായ തന്റെ നാട്ടുകാരും ആളുകളും ബനു ഇസ്രായേൽ സമൂഹം ഒന്നടങ്കവും താമസിക്കുന്ന ഈജിപ്തിലേക്ക് തിരികെ പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് വെച്ചാണ് അകലെ ഒരിടത്ത് തീ കാണാനിടയാവുകയും ആ തീയുള്ള സ്ഥലത്ത് പോയാൽ ഒന്നുകിൽ ഒരു തീക്കൊള്ളി എടുത്തുകൊണ്ട് വരാൻ കഴിഞ്ഞെന്ന് വരും, അതല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്ര സംബന്ധമായ എന്തെങ്കിലുമൊക്കെ മാർഗദർശനം കിട്ടിയെന്ന് വരും എന്ന നിലക്കാണ് മൂസ അലൈഹി ഇസ്ലാം കുടുംബത്തെ പുറകിൽ നിർത്തിക്കൊണ്ട് ആ തീ കണ്ട ഇടത്തേക്ക് പോകുന്നത്. അവിടെ എത്തിയപ്പോ ഈ ഉള്ള ഇടത്ത് ഈജിപ്തിലേക്കുള്ള യാത്രക്കുള്ള മാർഗദർശനം വഴി അറിയാൻ സഹായിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാവുകയല്ല ചെയ്തത്, മറിച്ച് മൂസ അലൈഹി ഇസ്ലാമിന് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തി എന്നുള്ള നിലക്കും ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് ചുമതലയേൽക്കാനിരിക്കുന്ന ആള് എന്നുള്ള നിലക്കുമൊക്കെ ഏറ്റവും അനിവാര്യമായ ദൈവിക മാർഗദർശനമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു അനുഭവമാണ് ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാവുന്നത്. അള്ളാഹു സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിനോട് സംസാരിക്കുന്നു. മൂസ അലൈഹി ഇസ്ലാമിന് വളരെ സുപ്രധാനമായ ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. മനുഷ്യ ജീവിതത്തിന്റെ ഭൂമുഖത്തുള്ള കാലഘട്ടം അവസാനിക്കുന്നതിന്റെ അടയാളപ്പെടുത്തലായി വന്നു ചേരാനിരിക്കുന്ന സാഹത്തിനെ കുറിച്ച് താക്കീത് നൽകുന്നു. അതിനെ തുടർന്ന് മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു ചോദിക്കുകയാണ്, എന്താണ് മൂസേ നിന്റെ വലത് കൈയിലുള്ളത് എന്ന്. അദ്ദേഹം അല്പം സമയമെടുത്തുകൊണ്ട് വാക്കുകൾ അധികരിപ്പിച്ചുകൊണ്ട് തന്നെ നൽകുന്ന മറുപടി അത് തന്റെ വടിയാണ്, താനത് ഊന്നി നടക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്നു, കന്നുകാലികൾക്ക് ഇലകൾ പൊഴിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി, ആടുകൾക്ക് ഇലകൾ പൊഴിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു, വേറെയും പല ഉപയോഗങ്ങളും ഉണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പൊ ആ വടി തറയിലിടാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ചു.
മൂസ അലൈഹി ഇസ്ലാം ആ വടി തറയിലിട്ടു. അപ്പോഴത് എഴഞ്ഞു നടക്കുന്ന ഒരു ഉഗ്രൻ സർപ്പമായിട്ട് രൂപാന്തരപ്പെട്ടു. അപ്പൊ അള്ളാഹു നിർദ്ദേശിക്കുന്നത് ഖുദ്ഹ വലാ തഖഫ്, അതിനെ പോയിട്ട് എടുക്ക്, കയ്യിലെടുക്ക്, പേടിക്കരുത്. സനുഈദുഹാ സീറത്തഹൽ ഊല, അതിന്റെ പഴയ രൂപഘടനയിലേക്ക് നാം അതിനെ തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് അത് പോയി അങ്ങ് കയ്യിലെടുക്ക്, പേടിച്ചു മാറി നിൽക്കുന്ന ആളാവരുത് എന്നാണ് നൽകപ്പെട്ട നിർദ്ദേശം. അതിനെ തുടർന്ന് മറ്റൊരു നിർദ്ദേശം നൽകപ്പെടുകയാണ് നമ്മൾ ഇന്ന് വായിച്ച ആയത്തുകളിൽ. വലുമും യദക്ക ഇലാ ജനാഹിക്ക, മൂസ നീ നിന്റെ കൈ നിന്റെ പാർശ്വഭാഗത്തേക്ക്, നിന്റെ കക്ഷത്തിലേക്ക് വെക്കുക, ചേർത്ത് വെക്കുക. വലുമും യദക്ക ഇലാ ജനാഹിക്, ജനാഹ് എന്ന് പറഞ്ഞാല് പാർശ്വം, ചിറക് എന്നൊക്കെ അർത്ഥമുണ്ട്. അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ ഖുർആൻ ഈ പദം പലയിടത്തും ഉപയോഗിച്ചിട്ടുമുണ്ട്. ഇവിടെ അതിന്റെ സൂചന മനുഷ്യന് ചിറകില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായി നമുക്ക് എത്തിച്ചേരുന്ന ഒരു ധാരണ പാർശ്വം എന്നാണ്. എന്ന് പറഞ്ഞാൽ കക്ഷം, ഇരു കൈകളുടെയും ആ വശം, അതാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ മൂസ നീ നിന്റെ കൈ കക്ഷത്തിലേക്ക് ചേർത്ത് വെക്കുക. തഖ്റുജ് ബൈളാഅ മിൻ ഗൈരി സൂ, അത് വെട്ടിത്തിളങ്ങുന്ന, വെളുത്ത് വെട്ടിത്തിളങ്ങുന്നതായി മാറും. അത് വെട്ടിത്തിളങ്ങുന്നതായിട്ടാണ് പുറത്തെടുക്കാൻ പറ്റുക. മിൻ ഗൈരി സൂഇൻ, വേറെ ദോഷമൊന്നും ഉണ്ടാവില്ല, ഒരു ദോഷവും ഇല്ലാത്ത വിധത്തിൽ തന്നെ വെട്ടിത്തിളങ്ങുന്ന, പ്രഭ ചൊരിയുന്ന വെള്ള നിറമുള്ളതായിട്ട് അത് മാറും. വേറെ പാർശ്വഫലമോ എന്തെങ്കിലും കുഴപ്പമൊന്നുള്ളത് ആയിരിക്കില്ല. ആയത്തുൻ ഉഖ്റ, ഇത് മറ്റൊരു ദൃഷ്ടാന്തമാണ്. മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു ആ ഘട്ടത്തിൽ ഒന്ന് രണ്ട് ദൃഷ്ടാന്തങ്ങൾ കാണിക്കുകയാണ്. അദ്ദേഹത്തിന് തുടർ ജീവിതത്തില് പൊതു സമൂഹത്തോട് അഭിസംബോധന ചെയ്യേണ്ടി വരുമ്പോ, വിശേഷിച്ച് ആ കാലഘട്ടത്തിലെ ഏറ്റവും അക്രമിയായ ഭരണാധികാരിയുടെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്ത് സധൈര്യം സംസാരിക്കേണ്ട ഒരു ദൗത്യം അള്ളാഹു അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നുണ്ട്. അത് നിർവഹിക്കേണ്ടി വരുന്ന ഘട്ടത്തിലൊക്കെ വളരെയേറെ ആവശ്യമാവുന്ന രണ്ട് മുഅ്ജിസാത്തുകളാണ് ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകുന്നത്. രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്, ദൈവികമായ ദൃഷ്ടാന്തങ്ങളാണ്. അത് മൂസ അലൈഹി ഇസ്ലാം സ്വന്തം നിലയ്ക്ക്, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്ന കാര്യമല്ല, ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ചെയ്യാൻ സാധിക്കുന്ന, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം കാണികളിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വിധത്തില് നിർവഹിക്കാൻ കഴിയുന്ന രണ്ട് മിറക്കിൾസ് ആണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. രണ്ട് അമാനുഷികമായ സിദ്ധികളാണ്. അമാനുഷികമായ സിദ്ധികൾ എന്ന് പറയുന്നതിനേക്കാൾ ദൈവികമായ ദൃഷ്ടാന്തങ്ങളാണ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി അതിനോട് യോജിക്കുന്ന ഒരു കാര്യം. ഖുർആൻ ഇവിടെ പറയുന്നതും അങ്ങനെയാണ്. വലുമും യദക്ക ഇലാ ജനാഹിക, നീ നിന്റെ കൈയിനെ കക്ഷത്തോട് ചേർത്ത് പിടിക്കുക. തഖ്റുജു ബൈളാ, അത് വെളുത്ത നിറമുള്ളതായി വെട്ടിത്തിളങ്ങുന്ന ഒന്നായിട്ട് കക്ഷത്തിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിക്കും. കക്ഷത്തിൽ കൈവച്ച് കൈ വെളിയിലെടുക്കുമ്പോൾ അത് ബൈളാ ആയിരിക്കും. ബൈളാ എന്നുള്ളത് വെളുപ്പുള്ള അല്ലെങ്കിൽ തിളക്കമുള്ള, ഷൈൻ ചെയ്യുന്ന എന്നൊക്കെയാണ് അതിന്റെ സൂചന. സാധാരണ മനുഷ്യന്റെ ചർമ്മം വെളുപ്പല്ല, വെളുപ്പിനോട് അടുപ്പമുള്ള പല വർണ്ണങ്ങളും ഉണ്ട്. അതിന്റെ അത് തവിട്ടും കറുപ്പും ഒക്കെ ആയി മാറുന്ന വേരിയേഷൻ ആളുകളിൽ ചർമ്മത്തിന്റെ നിറം വ്യത്യസ്തമായിട്ട് കാണപ്പെടുന്നുണ്ട്. അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ആ ഒരു നിറമല്ല ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്, മറിച്ച് നല്ല പ്രകാശം ചൊരിയുന്ന വിധത്തിലുള്ള തിളങ്ങുന്ന വെളുപ്പ് നിറമുള്ള
അവസ്ഥയിലേക്ക് ആ കൈ മാറും. കക്ഷത്തിൽ വെച്ചിങ്ങനെ എടുക്കുമ്പോ അത് നല്ല തിളക്കമുള്ളതായി മാറും. പിന്നെ കൈരിസു ഇന്ന് അതിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോ പല ആശങ്കകളും ആളുകൾക്ക് ഉണ്ടാവാനിടയുണ്ട്. മൂസ അലൈഹി ഇസ്ലാം കൈ കക്ഷത്തിൽ വെച്ചെടുത്തപ്പോ അങ്ങേയറ്റത്തെ വിളറി വെളുത്ത ഒരു പണ്ടുരോഗിയുടെ കൈ പോലെ കാണപ്പെട്ടു എന്നൊക്കെയുള്ള അനുമാനം, അല്ലെങ്കിൽ അത്തരം ആശങ്കകളോടുകൂടിയുള്ള വായനയൊക്കെ പലരും നടത്താറുണ്ട്. ബൈബിളിലും അങ്ങനെയുള്ള സൂചനകളുണ്ട്. ഞാൻ അതിലേക്ക് വരാം. എന്റെ മുമ്പ് അപ്പൊ ഇത് നല്ല തിളക്കമുള്ള വെളുത്തതായി മാറും. മിൻ ഗൈരി സൂഇൻ, അതുകൊണ്ട് ദ്രോഹമൊന്നും ഉണ്ടാവില്ല, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആയത്തിന് ഉഖ്റ, മറ്റൊരു ദൃഷ്ടാന്തമാണിത്. ആദ്യം ഒരു ദൃഷ്ടാന്തം കാണിക്കപ്പെടുകയുണ്ടായി. മൂസ അലൈഹി ഇസ്ലാമിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഇടയനായ മനുഷ്യൻ സാധാരണ കൊണ്ട് നടക്കുന്ന ഒരു വടി. ആ വടി തറയിലിടാൻ അള്ളാഹു ആവശ്യപ്പെട്ടു. അത് തറയിലിട്ടപ്പോ അത്യുഗ്രൻ സർപ്പമായിട്ട് അത് മണ്ണില് അല്ലെങ്കിൽ ഭൂമിയിൽ പിഴഞ്ഞു നടക്കാൻ തുടങ്ങി. ഇതാണ് ഒന്നാമത്തെ ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു അവതരിപ്പിക്കുകയുണ്ടായത്. രണ്ടാമത്തേതാണ് ഇവിടെ കക്ഷത്തിൽ കൈ വെച്ചപ്പോ അത് വെളിയിലെടുക്കുമ്പോ നല്ല തിളക്കമുള്ള ശുഭ്ര വർണ്ണമുള്ളതായിട്ട് മാറുന്ന ഒരു കാഴ്ച. അപ്പൊ ഇതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അതിന് വേറെ കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ദ്രോഹമുള്ളതായിട്ട് കാണപ്പെടുന്നില്ല. ലിനുരിയക മിൻ ആയാതിനൽ കുബ്ര, ഈ രണ്ട് ദൃഷ്ടാന്തങ്ങള് മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഗംഭീരങ്ങളായ ദൃഷ്ടാന്തങ്ങള് കാണിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിന്റെ ദൂതൻ എന്നുള്ള നിലക്ക് ഇനിയും ധാരാളം ദൃഷ്ടാന്തങ്ങൾ കാണിക്കപ്പെടാൻ പോവുകയാണ്. ബനൂ ഇസ്രായേൽ സമൂഹത്തെ സംസ്കരിച്ച് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി മൂസ അലൈഹി ഇസ്ലാം ഈജിപ്തിൽ തങ്ങിയ കാലഘട്ടത്തില് 8-9 ദൃഷ്ടാന്തങ്ങൾ മൂസ അലൈഹി ഇസ്ലാം അവരുടെ മുന്നിൽ കാണിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ദൂതനാണ് എന്നത് ബോധ്യപ്പെടുത്തുന്നതിനും താൻ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളും താക്കീതുകളും ഒക്കെ അവര് ഗൗരവത്തിൽ എടുക്കണമെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയായിട്ട് 9 ദൃഷ്ടാന്തങ്ങള് അവരെ കാണിച്ചതായിട്ട് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അതുകൂടാതെയും ചില സംഭവങ്ങള് അമാനുഷികത നിറഞ്ഞു നിൽക്കുന്ന സംഭവങ്ങൾ വേറെയുണ്ടായിട്ടുണ്ട്. നമ്മൾ സൂറത്തുൽ കഹഫില് മൂസ അലൈഹി ഇസ്ലാമും ഭൃത്യനും ഖിളർ അലൈഹി ഇസ്ലാമുമായുള്ള കൂടിക്കാഴ്ചക്ക് വേണ്ടി പോയ ആ സംഭവമൊക്കെ ഓർക്കും അനുസ്മരിക്കപ്പെടുന്ന ഘട്ടത്തില് അവിടെ മത്സ്യം ജീവനുള്ളതായി വന്നതും അത് തട്ടിപ്പിടച്ച് മണ്ണിലൊരു ദ്വാരം ഉണ്ടാക്കി കടലിലേക്ക് പോയി കളഞ്ഞ കാര്യമൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതുപോലെ വേറെയും ചില അസാധാരണത്വമുള്ള അനുഭവങ്ങൾ, ഖിളർ അലൈഹി ഇസ്ലാമുമായുള്ള കൂടിക്കാഴ്ച, അവരൊന്നിച്ചുള്ള യാത്രയിലുണ്ടായ സംഭവങ്ങൾ, ഇവിടെയൊക്കെ ദൈവികമായ പല ദൃഷ്ടാന്തങ്ങളും കാണിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി, അതിന്റെ തുടക്കമായിട്ട് ഇവിടെ കാണിക്കപ്പെടുന്ന സംഗതിയായിട്ടാണ് അള്ളാഹുദിനെ പരാമർശിക്കുന്നത്. ലിനുരിയക മിൻ ആയാതിനൽ കുബ്ര, നമ്മുടെ ഗംഭീരങ്ങളായ ദൃഷ്ടാന്തങ്ങൾ താങ്കളെ കാണിക്കുന്നതിന്റെ ഭാഗമായി, അല്ലെങ്കിൽ കാണിക്കുന്നതിന് വേണ്ടി ഈ ദൃഷ്ടാന്തങ്ങൾ താങ്കൾക്ക് കാണിക്കപ്പെട്ടിരിക്കുകയാണ്. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ, ഈ രണ്ട് ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ട് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിന് നൽകുന്ന നിർദ്ദേശമാണിത്. ഇദ്ഹബ്, നീ പോവുക, ഇലാ ഫിർഔൻ, ഫറോവയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുക. ഇന്നഹു തഗ, അവൻ വല്ലാത്ത ധിക്കാരിയായി മാറിയിരിക്കുന്നു, വല്ലാത്ത ധിക്കാരിയായി മാറിയിരിക്കുന്ന, താഗൂത്തായി മാറിയിരിക്കുന്ന ഫറോവയുടെ അടുക്കലേക്ക് നീ ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളുമായി കടന്നു ചെല്ലുക എന്നാണ് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിന് നൽകുന്ന നിർദ്ദേശം. വളരെ വിശദാംശങ്ങളോടുകൂടി ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന സംഭവങ്ങളാണ്. മൂസ അലൈഹി ഇസ്ലാം അള്ളാഹു ചുമതലപ്പെടുത്തിയ ആ ദൗത്യം
ശിരസ വഹിച്ചുകൊണ്ട് ഈജിപ്തിന്റെ അന്നത്തെ ഭരണാധികാരിയായ ഫറവോയുടെ അടുക്കലേക്ക്, റാംസീസ് ദ സെക്കൻഡിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നതും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഒക്കെ തന്നെ അതിന്റെ പൊതുവെ എല്ലാവർക്കും അറിയുന്ന ഒരുപാട് വിശദാംശങ്ങൾ അതിന്റെ കഥാകഥനത്തിൽ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്, വായിച്ചിട്ടുണ്ടാകും. ഖുർആൻ പലയിടങ്ങളിലായിട്ട് ഈ കാര്യങ്ങൾ പരാമർശിക്കുകയാണ്. ഇവിടെ എന്ത് പ്രകൃതത്തിലുള്ള ഒരുത്തനാണ്, എന്ത് പ്രത്യേകതകളുള്ള ഒരു മനുഷ്യനായിരുന്നു ഈജിപ്തിലെ അന്നത്തെ ഭരണാധികാരി എന്നതാണ് നമ്മൾ വായിച്ച ആയത്തിൽ സൂചിപ്പിക്കപ്പെടുന്നത്. ഇദ്ഹബ് ഇലാ ഫിർഔൻ, ഫറോവയുടെ അടുക്കിലേക്ക് നീ ചെല്ലുക. അത് വളരെ നിസ്സാരമായ ഒരു കാര്യമായിട്ട് ആർക്കും തോന്നേണ്ടതില്ല. ഫറോവയുടെ അടുക്കല് അയാളുടെ ആജ്ഞകൾ നടപ്പിലാക്കുന്നവനായി ചെല്ലുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. അയാളുടെ കപടനാട്യങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന വിധത്തില്, വേണ്ടി വരികയാണെങ്കിൽ അയാളെ വെല്ലുവിളിക്കേണ്ടി വരുന്ന വിധത്തില്, അതിന്റെ മുന്നോടിയായിട്ട് കാര്യങ്ങളെ തെളിമയോടെയും വ്യക്തതയോടെയും അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വിധത്തിലൊക്കെ അയാളുടെ അടുക്കിലേക്ക് കയറി ചെല്ലുക എന്നത് തീർത്തും അചിന്ത്യമായ ഒരു കാര്യമായിരുന്നു ആ കാലഘട്ടത്തിൽ. അത്രയും വലിയ ധിക്കാരിയായ ഭരണാധികാരിയായിരുന്നു ഫറോവ. നമ്മൾ പിൽക്കാലത്ത് ചരിത്രത്തിൽ ഫാഷിസം എന്നൊക്കെയുള്ള പേര് അല്ലെങ്കിൽ ആ പ്രയോഗങ്ങള് പരിചയിച്ചിട്ടുണ്ടാവും. ഫാഷിസ്റ്റുകളായ ഭരണാധികാരികൾ, സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ, അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ചരിത്രത്തില് കഴിഞ്ഞ നൂറ്റാണ്ടില്, അതിനെ തുടർന്ന് നമ്മുടെ കാലഘട്ടത്തിലും ഒക്കെ ഈ പ്രയോഗവും വളരെയേറെ പ്രചാരത്തിൽ വന്നിട്ടുള്ളതാണ്. ഒരുപക്ഷെ ആ ഫാഷിസ്റ്റ് പ്രകൃതമുള്ള ഡെസ്പോട്സ് ആയിട്ട്, ഡിക്റ്റേറ്റേഴ്സ് ആയിട്ട്, സമഗ്രാധിപതികളായിട്ട് മനുഷ്യമക്കളെ അടിമകളാക്കി നിർത്തുന്ന വിധത്തില് അവരെ തന്റെ കാൽക്കീഴിലും ചൊൽപ്പടിക്ക് കീഴിലുമൊക്കെ ആക്കി തന്റെ ഇച്ഛകളെയും ഇംഗിതങ്ങളെയും അവരെ കൊണ്ട് നടപ്പിലാക്കിക്കുന്ന ഒരു മേലധികാരിയായി നിലകൊള്ളുന്ന ഭരണാധികാരികൾ ചരിത്രത്തില് പല ഘട്ടങ്ങളിലും കടന്നു വന്നിട്ടുണ്ട്. മനുഷ്യര് അശ്രദ്ധരാകുമ്പോ മനുഷ്യ സമൂഹം വേണ്ടത്ര ജാഗ്രതയില്ലാത്തവരായി മാറുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള അതിഭീകരമായ മനുഷ്യരൂപങ്ങള് അധികാരം വാഴുന്നവരായിട്ട് മാറുന്നത്. അങ്ങനെയുള്ള ചരിത്രഘട്ടങ്ങള് പലപ്പോഴും കടന്നു പോയിട്ടുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഈജിപ്തിലേക്ക് തിരിച്ചയക്കുന്ന ആ ഘട്ടത്തില് ഈജിപ്ത് ഫറോവ രാജാവിന്റെ കിരാത ഭരണത്തിന് കീഴില് ഞെരിഞ്ഞമരുകയായിരുന്നു. ഈജിപ്തില് സകല മനുഷ്യരും ഈ ഫറോവയുടെ ചൊൽപ്പടിക്ക് കീഴിൽ അവരുടെ വ്യക്തിത്വവും സ്വാതന്ത്ര്യവും ഒക്കെ ഹനിക്കപ്പെട്ട വിധത്തില് അതിഭീകരമായ അടിമത്വം അനുഭവിക്കുന്നവരായിക്കൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. വിശേഷിച്ച് ബനു ഇസ്രായേൽ സമൂഹം. ആരെങ്കിലും അതിൽ നിന്ന് മുക്തരാണ്, സ്വതന്ത്രരാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ബനു ഇസ്രായേൽ സമൂഹം പ്രത്യേകം ടാർഗറ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. നമ്മുടെ സമകാലിക ഇന്ത്യയിലും ഇത്തരം പ്രവണതകൾ നമുക്ക് ധാരാളം കാണാൻ കഴിയുന്നുണ്ട്. അത്തരം ഫാഷിസ്റ്റ് നിലപാടുകളുടെയും ഭരണരീതികളുടെയും ഇരകളാവുന്നത് അവര് ലക്ഷ്യം വെക്കുന്ന ചില സമുദായങ്ങളോ അല്ലെങ്കിൽ ചില വിഭാഗങ്ങളോ മാത്രമൊന്നുമല്ല. രാജ്യം മുഴുവനും അതിന് വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് സംഭവങ്ങളിലൂടെ, ഒരുപാട് അനുഭവങ്ങളിലൂടെ അത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. പ്രത്യക്ഷത്തിൽ ചില സമുദായങ്ങളെയും ചില വിഭാഗങ്ങളെയും ഒക്കെ അവര് അപരവൽക്കരിക്കുകയും രാക്ഷസവൽക്കരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവരെ ശത്രുക്കളായി അവരെ നിരന്തരമായി വേട്ടയാടി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഈജിപ്തിലും ആ ഘട്ടത്തിലെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. ബനു ഇസ്രായേൽ സമൂഹത്തിലെ
ആളുകള് വളരെയേറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൂസ അലൈഹി ഇസ്ലാം പിറവിയെടുക്കുന്ന കാലത്ത് തന്നെ ഈ അക്രമമർദ്ദനത്തിന്റെ രീതി ഫറോവ വളരെ ശക്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശൈശവത്തില് ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ പിറക്കുന്ന സകല ആൺകുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കാൻ ഫറോവ ഉത്തരവിടുകയും ആൺകുഞ്ഞുങ്ങളെ ജനിച്ച ഉടനെ തന്നെ അവരെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ മാതാപിതാക്കള് എവിടെയെങ്കിലും കൊണ്ടുപോയി കൈയൊഴുകുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രീതിയൊക്കെ അന്ന് നടപ്പിലുണ്ടായിരുന്നു. മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മായും അദ്ദേഹം ജനിച്ചതിനെ തുടർന്ന് ഫറോവയുടെ കിങ്കരന്മാര് വന്ന് ആ കുഞ്ഞിനെ കൊന്നുകളയും എന്ന ആശങ്കയാൽ അള്ളാഹുവിന്റെ മാർഗദർശന പ്രകാരം ഒരു മരപ്പെട്ടി ഉണ്ടാക്കി അതിനകത്ത് കുഞ്ഞിനെ കിടത്തി പുഴയിൽ ഒഴുക്കുകയാണ് ഉണ്ടായത്. ആ കുഞ്ഞിനെ പുഴയുടെ തീരത്ത് അത് ഒഴുകി പോകുന്നത് കണ്ടപ്പോ ഫറോവയുടെ പത്നി ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ താല്പര്യം കാണിക്കുകയും അങ്ങനെ ആ കുഞ്ഞിനെ ഫറോവയുടെ തന്നെ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്ത സംഭവം ഖുർആൻ വിവരിക്കുന്നുണ്ട്. പിന്നീട് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മായെ തന്നെ അദ്ദേഹത്തിന് മുലപ്പാല് നൽകാൻ വേണ്ടി അള്ളാഹു അവന്റെ വലിയ അത്ഭുതകരമായ നടപടികളിലൂടെ സൗകര്യപ്പെടുത്തുന്നുമുണ്ട്. അങ്ങനെയുള്ള ഒരു കാലം, ഒരു ബാല്യം, അതുപോലെ ആദ്യകാല യൗവനം ഒക്കെ മൂസ അലൈഹി ഇസ്ലാം പിന്നിട്ടതിന് ശേഷമാണ് അദ്ദേഹം ഒരു ഏറ്റുമുട്ടലില് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ടുള്ള പ്രഹരമേറ്റ് ഒരു ഖിബ്തി വർഗത്തിൽപ്പെട്ട ആള് കൊല്ലപ്പെടുന്നതും അതിനെ തുടർന്ന് ആത്മരക്ഷക്കായിട്ട് മൂസ അലൈഹി ഇസ്ലാം നാടുവിട്ടുപോയി മദീനയിൽ ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ എത്തുന്നതും ഒക്കെ. അപ്പോ ആ യാത്രയും പ്രവാസവും ഒക്കെ കഴിഞ്ഞുള്ള മടക്കി തിരിച്ചുപോക്കാണ്. മൂസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സുരക്ഷിതം എന്ന് തോന്നുന്ന ഒരു മടക്കയാത്ര അല്ല ഇത്. ഒരു കൊലപാതകത്തിന്റെ പേരിൽ ഈജിപ്തിലെ സമൂഹം തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ആളുകൾ മറന്നിട്ടൊന്നുമില്ല. 7-8 കൊല്ലം പിന്നിട്ടിട്ടേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 8-10 കൊല്ലം പിന്നിട്ട് കാണണം. അതിനിടക്ക് ആ സംഭവം ഈജിപ്ഷ്യൻ സമൂഹത്തിന്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞുകൂടാ. മൂസ അലൈഹി ഇസ്ലാമിന്റെ മനസ്സിൽ ആ വിഷയം കത്തി നിൽക്കുന്നുണ്ട്. പിന്നീട് ഫറോവയുമായി നടക്കുന്ന സംഭാഷണത്തിനിടക്ക് ഫറോവ ഇക്കാര്യം സൂചിപ്പിക്കുന്നുമുണ്ട്. അപ്പോ മൂസ അലൈഹി ഇസ്ലാമിന്റെ പേരിൽ വന്നു ചേർന്ന കൊലപാതകി എന്ന ആ പേര്, ആ ദുഷ്പേര്, അത് നിലനിൽക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് മൂസ അലൈഹി ഇസ്ലാം ഈജിപ്തിലേക്ക് തിരികെ പറഞ്ഞയക്കപ്പെടുന്നത്, അള്ളാഹു ഒരു ദൗത്യം ചുമതലപ്പെടുത്തിക്കൊണ്ട്. അപ്പൊ അള്ളാഹു എന്നിട്ട് പറഞ്ഞത് ഇദ്ഹബ് ഇലാ ഫിർഔൻ, ഫറോവയുടെ അടുക്കിലേക്ക് ചെല്ലുക എന്നാണ്. 2 ദൃഷ്ടാന്തങ്ങൾ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് അള്ളാഹു പറയുന്ന പോയിട്ട് ചെയ്യ്, പറയാനുള്ള കാര്യം പോയിട്ട് പറ എന്ന വിധത്തില് ഫറോവയുടെ അടുക്കിലേക്കാണ് പറഞ്ഞയക്കുന്നത്. അക്കാലത്ത് ഏറ്റവും ഭീകരനായ ഭരണാധികാരിയുടെ അടുക്കല്, ഏറ്റവും സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയുടെ അടുക്കൽ, ഏറ്റവും ധിക്കാരിയായ ഭരണാധികാരിയുടെ അടുക്കലേക്കാണ് മൂസ അലൈഹി ഇസ്ലാമിനെ പറഞ്ഞയക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ വ്യക്തിപരമായ ചില ദൗർബല്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം മുട്ടുവിറയ്ക്കുന്ന അവസ്ഥയുണ്ട്. അദ്ദേഹത്തിന് മനസ്സ് നിറയെ ഭയപ്പാട് മാത്രമാണുള്ളത്. പിൻബലമായിട്ട് ഈജിപ്തിൽ ആരും കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയൊന്നും അദ്ദേഹത്തിനില്ല. അന്യനാട്ടിൽ നിന്ന് ഇപ്പോ കയറി വരികയാണ്. എന്നിട്ട് ഏറ്റവും ധിക്കാരിയായ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന് അദ്ദേഹത്തെ താക്കീത് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അദ്ദേഹത്തിനെ പ്രശംസിക്കാനോ അനുമോദിക്കാനോ അദ്ദേഹത്തെ പറഞ്ഞ് പ്രീണിപ്പിച്ച് സന്തോഷിപ്പിച്ച് എന്തെങ്കിലും നേടാനോ ഒന്നുമല്ല, മറിച്ച് അദ്ദേഹത്തെ തിരുത്താൻ, അദ്ദേഹത്തിന് ഗുണദോഷിക്കാൻ, അദ്ദേഹത്തിന് താക്കീത് നൽകാൻ, അദ്ദേഹത്തെ ഉപദേശിക്കാൻ ഒക്കെ വേണ്ടിയാണ് മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞയക്കപ്പെടുന്നത്. അപ്പോ തീർച്ചയായിട്ടും വലിയ
ഭീതി ഉണ്ടാക്കുന്ന മൂസ അലൈഹി ഇസ്ലാമിനെ വല്ലാത്ത അങ്കലാപ്പിലും അതുപോലെ തന്നെ വെപ്രാളത്തിലും ഒക്കെ ചെന്നുകൊണ്ട് എത്തിക്കുന്ന ഒരു നിർദ്ദേശമാണ് അള്ളാഹു ഇവിടെ നൽകിയിട്ടുള്ളത്. ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ഉള്ള വിധത്തിലല്ല, മറിച്ച് ഒരു കൊലപാതകത്തിന്റെ കുറ്റം പേറിക്കൊണ്ട് ഈജിപ്ഷ്യൻ സമൂഹത്തിന്റെ കണ്ണുകളില് ഒരു തെറ്റുകാരനായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു വലിയ കരുത്തു പകർന്നുകൊണ്ട് പറഞ്ഞയക്കുന്നത്. 8-9 വർഷക്കാലത്തെ ഒരു പ്രവാചകന്റെ കീഴിലുള്ള പരിശീലനം അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ആടുമേച്ചുകൊണ്ടുള്ള സഹനവും ക്ഷമയും ഒക്കെ അദ്ദേഹം ആർജിച്ചിട്ടുണ്ട്. നമ്മള് ഒരു ആടുജീവിതത്തിന്റെ കാലഘട്ടത്തിലാണല്ലോ ഉള്ളത്. ആടുജീവിതം അങ്ങനെ ഒരു വലിയ ഗുണപരമായ പരിവർത്തനം ആളുകളിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മിണ്ടാപ്രാണികളായ ആടുകളെ പരിചരിച്ചുകൊണ്ടും അവയ്ക്ക് തീറ്റ കൊടുത്തുകൊണ്ടും ഒക്കെ കഴിയുന്ന ആളുകൾ സ്വാഭാവികമായും അവരറിയാതെ അവരുടെ സ്വഭാവത്തിലെ പാരുഷ്യമില്ലാതെയാകും, അലിവുള്ളവരായി മാറും. സഹനത്തോടുകൂടി ക്ഷമയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ഉള്ളവരായിട്ടൊക്കെ മാറും. മിക്കവാറും എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു ഇങ്ങനെ ഒരു ആട് മേയ്ക്കൽ അനുഭവം അവരുടെ ജീവിതത്തിൽ പ്രവാചകത്വത്തിന്റെ മുന്നോടിയായിട്ട് നൽകിയിട്ടുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിലും ഇങ്ങനെ ഒരു ആടുമേയ്ക്കൽ കാലം ഉണ്ടായിരുന്നു എന്നതും പ്രത്യേകം ഓർക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പരിശീലനം മാത്രമല്ല, ഒരു പ്രവാചക പുത്രിയെ കല്യാണം കഴിച്ചു. ആ പ്രവാചകന്റെ സാന്നിധ്യത്തില് 8-10 വർഷം ചെലവഴിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ഗുണങ്ങൾ മൂസ അലൈഹി ഇസ്ലാമിന് ആർജിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ വലിയ മൂല്യങ്ങളാണ്, വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള വലിയ മൂലധനങ്ങളായിട്ട് അതിനെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ഉള്ള അവസ്ഥയിൽ ഇപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി അള്ളാഹു നേരിട്ട് സംസാരിക്കുകയാണ്. അതിനേക്കാളും കരുത്തു പകരുന്ന ഒരു സംഗതി വേറെ കാണാൻ കഴിയില്ല. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു ഒരാളോട് നേരിട്ട് സംസാരിക്കുന്നു എന്ന് വരുന്നത് അതൊരു ചെറിയൊരു സംഗതിയല്ല. അത് അയാളിൽ വലിയ ആത്മധൈര്യം ഉണ്ടാക്കുന്ന, വിശ്വാസത്തിൽ എന്തെങ്കിലും ദൗർബല്യം ഉണ്ടാവാൻ യാതൊരു സാധ്യതയും അവശേഷിപ്പിക്കാത്ത ഒരു അനുഭവമാണ് അള്ളാഹു നേരിട്ട് സംസാരിക്കുന്നു എന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായി. ആ അനുഭവത്തിനെ തുടർന്ന് ചില അസാധാരണത്വമുള്ള സിദ്ധികള് അദ്ദേഹത്തിന് അള്ളാഹു നൽകുകയുണ്ടായി, ഇവിടെ കാണിച്ചു കൊടുക്കുകയുണ്ടായി. അപ്പോ അങ്ങനെയൊക്കെ ചെയ്തതിനു ശേഷം അള്ളാഹു നൽകുന്നത് ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ പോലും വളരെ ഗൗരവമുള്ള, ഒരാൾക്ക് സാധാരണഗതിയിൽ മനസ്സിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും ഭാരം അനുഭവപ്പെടുന്ന ഒരു ചുമതലയാണ്. ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗ, ഫറോവയുടെ അടുക്കിലേക്ക് ചെല്ല്, അവൻ വലിയ ധിക്കാരിയായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവന്റെ ധിക്കാരം ഒന്ന് കുറയ്ക്കേണ്ടതുണ്ട്, അവനെ കാര്യങ്ങളൊന്ന് ഉണർത്തേണ്ടതുണ്ട്, സത്യം ഉൾക്കൊള്ളാൻ ഒരു അവസരം അയാൾക്കും നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി ധിക്കാരിയായ ഫറോവയുടെ അടുക്കിലേക്ക് ചെല്ലൂ എന്നാണ് അള്ളാഹു ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിന് നൽകുന്ന നിർദ്ദേശം. ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകളുടെ ഭാഗമായിട്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ കൈ കക്ഷത്തിൽ വെച്ചപ്പോ വെട്ടിത്തിളങ്ങുന്നതായി മാറി എന്നത് സംബന്ധമായി ചില വിവരണങ്ങള് ബൈബിളിലും അതുപോലെ തെൽമൂദിലോ ഒക്കെ കാണാൻ സാധിക്കും. ബൈബിളിൽ അത് അദ്ദേഹത്തിന് മൂസ അലൈഹി ഇസ്ലാമിന്റെ കൈ കക്ഷത്തിൽ വെച്ചപ്പോ അത് പാണ്ഡുരോഗമുള്ളതായിട്ട് മാറി, അത് വെളുത്ത് പാണ്ടുള്ള വിധത്തിലാണ് കാണപ്പെട്ടത് എന്നൊക്കെയാണ് വിവരണം കാണുക. തഫ്സീറുകളിലും ഖുർആൻ തഫ്സീറുകളിലും പല പൂർവ്വകാല മുഫസ്സിറുകൾ ഇത് സൂചിപ്പിക്കുന്നുണ്ടാവും. ബൈബിൾ സ്രോതസ് എന്ന് വന്നൊരു ആശയമാണിത്. ഖുർആൻ അങ്ങനെ ദ്രോഹകരമായ ഒരു സംഗതിയായിട്ട് അതിനെ പരിചയപ്പെടുത്തുകയല്ല ചെയ്യണം, മറിച്ച് അത് നമ്മൾ കരുതുന്ന പോലെ ദ്രോഹകരമായ അതൊന്നും ആയിരുന്നില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ തൽമൂദിൽ അതിന്റെ വിവരണങ്ങൾ കൂടുതൽ നൽകപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ഫറോവക്ക് വെള്ളപ്പാണ്ടുണ്ടായിരുന്നു,
അത് അയാൾ മറച്ചു വെച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ആ ഫറോവയെ ഞെട്ടിക്കുന്ന വിധത്തിലാണ് ഒരു ദൃഷ്ടാന്തവുമായിട്ട് മൂസ അലൈഹി ഇസ്ലാം വരുന്നത്. അദ്ദേഹം കക്ഷത്തിൽ കൈവച്ചപ്പോ അത് വെള്ളപ്പാണ്ടുള്ള കൈയായി മാറി. വീണ്ടും കൈവച്ചെടുത്തപ്പോ ആ വെള്ളപ്പാണ്ടിന്റെ ഒരു അംശം പോലും കാണാനില്ലാത്ത വിധത്തില് അത് അപ്രത്യക്ഷമായി. ഈ വിധത്തിലുള്ള ഒരു ദൈവിക ദൃഷ്ടാന്തം അല്ലെങ്കിൽ ഒരു അത്ഭുത വിദ്യയാണ് മൂസ അലൈഹി ഇസ്ലാം കാണിക്കുകയുണ്ടായത് എന്നാണ് തൽമൂദിൽ വിവരിക്കുന്നത്. അപ്പോ ഫറോവയെ സംബന്ധിച്ചിടത്തോളം അയാള് ഒരുപക്ഷെ തേടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു പരിഹാരമായിരുന്നു അദ്ദേഹത്തിന്റെ രോഗത്തിന്. അതിപ്പോ മൂസ അലൈഹി ഇസ്ലാം ഒരു ഞെട്ടിപ്പിക്കുന്ന വിധത്തില് കാണിക്കുകയുണ്ടായപ്പോ അത് അദ്ദേഹത്തിൽ വലിയ ആശ്ചര്യം ഉളവാക്കിയിട്ടുണ്ടാവും എന്നൊക്കെയുള്ള നിലക്കാണ് ആ വിവരണം പോകുന്നത്. പക്ഷെ അത് പല മുഫസ്സിറുകളും അത് വെള്ളപ്പാണ്ടാണ് എന്നത് അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. ഒന്നാമത് മൂസ അലൈഹി ഇസ്ലാം ഒരു പ്രവാചകന്റെ ഔന്നത്യത്തിൽ നിലകൊള്ളുന്ന ഒരാള് എന്നുള്ള നിലക്ക് അങ്ങനെ ഒരു മാറാവ്യാധി ഒരു അത്ഭുത കൃത്യമായിട്ട് കാണിക്കപ്പെടുക എന്നത് അസ്വാഭാവികതയുള്ളതാണ് എന്നതാണ് ഒരു കാര്യം. രണ്ടാമത്തത് അത് ഒരു മതിപ്പുളവാക്കുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ആശ്ചര്യമോ ശ്രദ്ധയോ ആകർഷിക്കാൻ കഴിയുന്ന ഒരു സംഗതിയോ ആയിക്കൊള്ളണം എന്നില്ല എന്നുള്ള നിലക്കാണ് അതിനെ നോക്കിക്കാണുന്നത്. അപ്പോ അത് കക്ഷത്ത് കൈവച്ചപ്പോ ഖുർആൻ പറയുന്ന പോലെ അത് ബൈലാ ആയി മാറി, നല്ല വെട്ടിത്തിളങ്ങുന്ന ശുഭ്ര വർണ്ണമുള്ള കൈയായി മാറി എന്നതേ ഉള്ളൂ. സൂര്യ തേജസ് ഉള്ള വിധത്തില് അങ്ങനെ കത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അത് സൃഷ്ടിക്കുകയുണ്ടായത് എന്ന വിധത്തിലാണ് അതിനെ ആധുനിക കാലഘട്ടത്തിലെ പല മുഫസ്സിറുകളും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോ ഈ ദൃഷ്ടാന്തങ്ങള് നൽകപ്പെട്ട അവസ്ഥയിലാണ് അതുമായി ഫറോവയുടെ അടുക്കലേക്ക്, ആ കാലഘട്ടത്തിലെ ഏറ്റവും ധിക്കാരിയായ ഭരണാധികാരിയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലാൻ അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനോട് നിർദ്ദേശിക്കുന്നത്. ഫറോവയെ വിവരിക്കാൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ച വാക്ക് ഇന്നഹു ത്വഗ എന്നാണ്. അദ്ദേഹം ധിക്കാരിയായിരിക്കുന്നു എന്നതാണ്. ഈ വാക്കുന്നാണ് തുഗയാൻ എന്ന വാക്ക്, അനുസരണക്കേട്, ധിക്കാരം അല്ലെങ്കിൽ കടുത്ത ദൈവനിന്ദ എന്നൊക്കെയുള്ള അർത്ഥത്തില് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ഇതിന്ന് തന്നെയാണ് താഗൂത്ത് എന്ന പദം വരുന്നത്. താഗൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ഏത്, അള്ളാഹുവിന്റെ റുബൂബിയത്തിനെയും ഇലാഹിയത്തിനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഏത് ശക്തിയെയും പരാമർശിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് താഗൂത്ത് എന്നാണ്. അള്ളാഹുവിന്റെ ദൈവിക വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അതിന് ബദലായിട്ട് ചിലത് നടപ്പിലാക്കാൻ മുതിരുന്ന ആളുകള് ഒക്കെ തന്നെ താഗൂത്തായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. താഗൂത്ത് എന്നത് അടിസ്ഥാനപരമായി ദൈവത്തെ ധിക്കരിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരാളുടെ ആ മനോഘടനയെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ തഗ എന്ന് പറഞ്ഞാൽ അയാൾ ധിക്കാരിയായിരിക്കുന്നു എന്നാണ്. അപ്പോ ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായി മാറിയിട്ടുള്ള താഗൂത്ത് ഈ മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലെ ഫറോവ തന്നെയായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഈ സംഭവങ്ങളുടെ വിവരണം ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് പഠന വിധേയമാക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാസുദാവനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പഠനം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.